Hello my CA intermediate students. May 2025 നമുക്ക് എങ്ങനെ സക്സസ്ഫുള്ളി നമ്മളുടെ എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അത് ഒരു ഗ്രൂപ്പ് ആണെങ്കിലും ബോത്ത് ഗ്രൂപ്പ്സ് ആണെങ്കിലും എങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾ CA ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് വന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ CA ഇന്റർമീഡിയറ്റ് ഡയറക്റ്റ് എൻട്രി ചെയ്യുന്നവരായിരിക്കാം, ആദ്യമായിട്ട് എഴുതുന്നവരായിരിക്കാം, റിപ്പീറ്റേഴ്സ് ആയിരിക്കാം. ഇപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ സെഷൻ. ആദ്യം പറയാൻ പോകുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഈ റിസൾട്ട് വന്നു അല്ലെങ്കിൽ നേരത്തെ റിസൾട്ട് വന്നിട്ട് നമ്മളൊന്ന് റിപ്പീറ്റ് ആയിട്ട്, ഈ വാക്ക് റിപ്പീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ മനസ്സിലൊരു കുത്തലുണ്ട്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നത് ഈ ഒരു സെഷൻ എടുക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ ഒരിക്കലും എന്താണ് പേഴ്സണലായിട്ട് എടുക്കരുത്. ഓക്കെ, ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ഒരു കാര്യം നമ്മൾ ഒന്നും കൂടെ എഴുതുന്നു, പക്ഷേ മനസ്സിൽ ഇത്ര മാത്രം ആലോചിക്കുക, നമ്മൾ ആദ്യമായിട്ടാണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ എഴുതുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. യു ഹാവ് ടു ഐഡൻറ്റിഫൈ ദ റീസൺ. അതായത് നമ്മൾ എപ്പോഴും എന്താണ് പ്രശ്നമെന്ന് അറിഞ്ഞാലല്ലേ പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ പല സ്റ്റുഡൻസിന് ഞാൻ കണ്ടിട്ടുണ്ട് 3 പ്രാവശ്യം 4 പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ എഴുതിയിട്ടും എന്താണ് തങ്ങളുടെ മിസ്റ്റേക്ക് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാതെ സാർ എല്ലാ പ്രാവശ്യം ഒരു പ്രാവശ്യം ലോയ്ക്ക് കുറവ് കിട്ടും, ഒരു പ്രാവശ്യം അക്കൗണ്ട്സിന് കുറവ് കിട്ടും, അങ്ങനെ പറഞ്ഞ് ഓരോരോ കംപ്ലയിൻറ്റ് നമുക്ക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ റീസൺ ഐഡൻറ്റിഫൈ ചെയ്യുക, തെറ്റെവിടെയെന്ന് മനസ്സിലാക്കുക. അതിപ്പോൾ സാർ എങ്ങനെയാണ് മനസ്സിലാകുന്നത്? അതിൻ്റെ വൺ ഓഫ് ദ മെത്തഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ കളക്ട് യുവർ ആൻസർ ഷീറ്റ്, റൈറ്റ്? അപ്പോൾ പലർക്കും അത് അറിയാമായിരിക്കും. കളക്ട് യുവർ ആൻസർ ഷീറ്റ്. അപ്പോൾ ഈ റീസെൻ്റ് ഇപ്പോൾ എക്സാമിനേഷൻ എന്താണ് ആൻസർ ഷീറ്റ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും. സാറേ അതെങ്ങനെ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. അത് വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ ഞാൻ കൃത്യ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അപ്പോൾ ആൻസർ ഷീറ്റ് ഒന്ന് മേടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാകും. അതിപ്പോൾ നിങ്ങളിപ്പോൾ ലോയുടെ കാര്യം പറയുവാണെങ്കിൽ പ്രൊവിഷൻ ആണോ, ഫാക്സ് ആണോ, കൺക്ലൂഷൻ ആണോ, ഇനി വർക്കിംഗ് നോട്ടിൽ എവിടെ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിരിക്കുന്നത്, ഇനി MCQലാണോ കൂടുതൽ മാർക്ക് പോയിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് എന്താണ് നിങ്ങൾക്കത് വന്നത്. അപ്പോൾ എവിടെയാണോ പ്രശ്നമെന്ന് കണ്ടുപിടിച്ച് അവിടെ നമുക്ക് എന്താണ് ഒരു ചെറിയൊരു ചേഞ്ചസ് നമുക്ക് വരുത്താൻ പറ്റും. സോ അതാണ് ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഗ്രൂപ്പ് 1 ആണെങ്കിലും ഗ്രൂപ്പ് 2 ആണെങ്കിലും ബോത്ത് ഗ്രൂപ്പ് ആണെങ്കിലും നമ്മൾ അവിടെ കോർ പേപ്പറും അതേപോലെ തന്നെ അല്ലെങ്കിൽ പ്രീമിയം പേപ്പർ എന്ന് പറയും, കോർ പേപ്പർ ആൻഡ് ബേസ് പേപ്പർ, ഇങ്ങനെ രണ്ടും നമ്മൾ ആദ്യമേ തിരഞ്ഞെടുക്കുക. ഇവിടെ എന്താണ് കോർ പേപ്പർ, ഇത് ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. കാരണം ഓരോരോ ആൾക്കാർക്ക് ഓരോരോ പേപ്പർ എന്താണ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സേഷൻ ഉണ്ട്, അക്കൗണ്ട്സ് ഉണ്ട്, ലോ ഉണ്ട്. ഇതിൻ്റെ അകത്ത് എപ്പോഴും 2 കോർ പേപ്പറും ഒരു ബേസ് പേപ്പറും. ഇപ്പം നിങ്ങൾക്ക് ടാക്സും അക്കൗണ്ട്സ് എളുപ്പമാണ്, ലോ ഭയങ്കര ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഇത് ബേസ് പേപ്പർ. എന്താണ് ബേസ് പേപ്പർ? നിങ്ങൾക്ക് 150 നിങ്ങൾക്ക് ആവറേജ് നിങ്ങൾക്ക് കിട്ടേണ്ടത്, കറക്റ്റ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 പേപ്പേഴ്സിൽ നിങ്ങൾക്ക് 55 പ്ലസും ഒരു പേപ്പറിൽ നിങ്ങൾക്ക് 40 തൊട്ട് 45 റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടണം. ഇങ്ങനെ വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് 155 മാർക്ക് എന്ന രീതിയിൽ നിങ്ങൾക്ക് വരും. മെജോറിറ്റി സ്റ്റുഡൻസ് പോകുന്നത് അഗ്രിഗേറ്റ് ചെയ്യുന്ന സമയത്താണ്. നമുക്ക് 145 140 ഏകദേശം എല്ലാ സബ്ജക്റ്റിനും പാസ്സായിട്ടുണ്ടാകും. പക്ഷെ ആ ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഏതാണ്, ഇനി 3 കോർ ആണെങ്കിൽ വളരെ സന്തോഷം, പക്ഷെ 3 ബേസ് ആണെങ്കിൽ ലേശം ബുദ്ധിമുട്ടായിരിക്കും. അവിടെ നമുക്ക് ആവറേജിൽ പോകും. അപ്പോൾ ഒരു കോറും 2 ബേസും അത് ഭയങ്കര റിസ്ക് ഉള്ള ഒരു കളിയായിരിക്കും. ഇല്ല, നിങ്ങൾ എന്താണ് ഒരു മിക്സർ ആക്കണം, ഒരു ബേസും ഒരു കോറും, പിന്നെ ഒരെണ്ണം എന്താണ് ഇതിൻ്റെ മിഡിലുള്ളതും, അതും ചെറിയൊരു റിസ്ക് ഉണ്ട്. പക്ഷേ എപ്പോഴും 2:1 നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം സാർ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, ഇവിടെ നമ്മളൊരു വലിയൊരു എക്സാമിനേഷൻ നമ്മൾ എഴുതാൻ പോകുന്നത്, കറക്റ്റ് അല്ലേ? അവിടെ നമ്മൾ ഈ ചെറിയ എക്സ്ക്യൂസസ് ഒക്കെ പറ്റും, എനിക്ക് പറ്റത്തില്ല സാർ എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അക്കൗണ്ട്സും ടാക്സും എന്താണ് നിങ്ങൾക്ക് കോർ പേപ്പർ, നിങ്ങൾക്ക് ലോ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ ലോയിൽ എന്താണ് പാസ്സാക്കാൻ വേണ്ടി പഠിക്കുക, അവിടെ എന്താണ് മോഡ്യൂൾസ് നോക്കി പഠിക്കുക, വെയിറ്റേജ് നോക്കി നിങ്ങൾ പഠിക്കുക. അപ്പോൾ കോർ പേപ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. മൂന്നാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേപ്പർ തിരഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ കൺസെപ്റ്റ്. സാർ ഇതൊരു ചെറിയ കാര്യമല്ലേ, പക്ഷെ ഇവിടെ പ്രത്യേകത എന്ന് പറയുമ്പോഴേ നിങ്ങൾ ഡയറക്റ്റായിട്ട് ക്ലാസ്സിന് പോയവരായിരിക്കാം, റെക്കോർഡഡ് ആയിരിക്കാം, അല്ലാതെ നിങ്ങൾ സെൽഫ് സ്റ്റഡി ആയിരിക്കാം. ഇവിടെ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും, പക്ഷെ അതിൻ്റെ ട്രൂ പേഴ്സ്പെക്റ്റീവിലാണോ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നൊന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം മതി. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കൊരു ക്രാഷ് അറ്റൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് റെക്കോർഡ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ എന്താണ് വീഡിയോസ് നോക്കാൻ പറ്റും, മാരത്തോൺ നോക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഏതാണോ നിങ്ങളുടെ കൺവീനിയൻറ്റ് മെത്തഡ് എന്താണ് നിങ്ങൾക്കത് ചൂസ് ചെയ്യാം.
കൺസെപ്റ്റ് ക്ലിയർ ആയതിനു ശേഷം അടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇത് മെജോറിറ്റി സ്റ്റുഡൻസിൽ കണ്ടിരിക്കുന്ന സംഭവമാണ്, ഫിക്സ് ദ ഗ്രൂപ്പ്. ഇനി നിങ്ങൾ ബോത്ത് ഗ്രൂപ്പ് ആണെങ്കിൽ ഈ ഒരു പോയിന്റ് നോക്കുകയോ വേണ്ട. ഇത് ഫിക്സ് ഗ്രൂപ്പ് എന്ന് ഞാൻ പറയാൻ കാരണം മെജോറിറ്റി സ്റ്റുഡൻസ് ഇപ്പോഴത്തെ നിലവാരത്തിൽ പറയുന്ന ഇനി 2 മാസമുണ്ട്. ഓക്കെ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് ഞാൻ പഠിക്കും, അതാണ് ഞാൻ എഴുതാൻ പോകുന്നത്. സെക്കൻഡ് ഗ്രൂപ്പ് ഞാൻ അറ്റംപ്റ്റ് ചെയ്യും. അതെന്താ അങ്ങനെ ചോദിക്കുന്നത് നിൽക്കുമ്പോൾ, സാറ് ഒരു പക്ഷേ സെക്കൻഡ് ഗ്രൂപ്പിൽ ഏതൊരു പേപ്പറിലെ കോസ്റ്റിംഗ് ഒക്കെ ഭയങ്കര എളുപ്പമുള്ളൊരു പേപ്പറാണ്, അപ്പോൾ നമ്മൾ ഒരു എക്സാംഷന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീരുമല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, കാരണം ഓരോ പേപ്പറിനും എന്താണ് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. നിങ്ങൾ പണി എളുപ്പമാക്കാൻ വേണ്ടി ചെയ്യണ്ട. ഇപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ താല്പര്യമുണ്ട്, നിങ്ങൾ അതിന് റെഡി ആണെങ്കിൽ ഓക്കെ, ഗോ ഹെഡ്. അതൊരിക്കലും എന്താണ് ഒരു ഫാൽസലമാകാൻ പാടില്ല. ഒരിക്കലും എന്താണ് ഞാനത് ചുമ്മാ ചെയ്യുന്നത്, എഴുതി നോക്കാൻ കിട്ടിയാലോ. ഫസ്റ്റ് ഗ്രൂപ്പ് നമ്മൾ 100% എഴുതുകയാണ്, അത് മാത്രം ചെയ്യും. ഒരു അടുത്ത സെപ്റ്റംബറിൽ അടുത്ത എക്സാമിനേഷൻ ഉണ്ട്, നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ. നിങ്ങൾ എന്താണ് ഒരു ഗ്രൂപ്പ് ഫിക്സ് ചെയ്യുക, ഫസ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ്. കാരണം ഇനി നമുക്ക് വെറും ദിവസങ്ങൾ മാത്രമേ നമുക്കുള്ളൂ പറയുമ്പോൾ. അപ്പോൾ അവിടെ ഫസ്റ്റ് ഗ്രൂപ്പ് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം റിവിഷൻ കഴിഞ്ഞു, ഓക്കെ, 2, 3, 4 പ്രാവശ്യം ചെയ്തോ. നിങ്ങളുടെ ആ ഒരു സക്സസ് ഉറപ്പ് വരുത്തുക, റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ മെയിൽ എക്സാമിനേഷൻ എഴുതുന്നു, സെക്കൻഡ് ഗ്രൂപ്പ് പഠിക്കുന്നു. കാരണം ഫസ്റ്റ് ഗ്രൂപ്പ് നിങ്ങൾ പാസ്സാണ്, കാരണം ഇങ്ങനത്തെ ഒരു ഡൗട്ടില്ല. അങ്ങനത്തെ ഒരു ഡിസിഷനിലേക്ക് നിങ്ങൾ വന്ന് നോക്കിക്കേ. അപ്പോൾ എത്ര നല്ല രീതി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. സോ ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സോ ഫിക്സ് ദ ഗ്രൂപ്പ്. അത് നിങ്ങൾക്ക് എന്ത് ഫിക്സ് ചെയ്യാം, ദാറ്റ് ഈസ് ഫസ്റ്റ് ഓർ സെക്കൻഡ്, അത് നിങ്ങളുടെ ആസ് പെർ യുവർ കൺവീനിയൻസ് എന്താണ് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. അതൊരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഇനി എന്തെങ്കിലും സജഷൻസ് വേണമെന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, പ്രശ്നമൊന്നും. പക്ഷേ ഞാൻ പബ്ലിക്കലി എന്താണ് ആ ഒരു സജഷൻ പറയില്ല, ഫസ്റ്റ് ആണ് അല്ലെങ്കിൽ സെക്കൻഡ് ആണെന്ന്. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത്, അത് ഈ പറഞ്ഞ കോർ പേപ്പേഴ്സ് അല്ലെങ്കിൽ സക്സസ് റേറ്റ് നിങ്ങൾക്ക് കൂടുതൽ ഉണ്ട് എന്ന് തോന്നുന്നത് ഏതാണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തത് ഏതാണ്, അതിലേക്ക് ഫോക്കസ് ചെയ്യുക. എന്തായാലും 2 ഗ്രൂപ്പും കംപ്ലീറ്റ് ചെയ്തല്ലേ പറ്റൂ. ഓക്കെ, ആ ഒരു കാര്യം ചെയ്തതിന് ശേഷം 5ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മെയിൻ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് പ്ലാൻ യുവർ ഡേയ്സ്. അതായത് നമുക്കിനി നമ്മൾ പറയുന്ന സമയത്തെ ഇനി എത്ര ദിവസത്തെ എക്സാമിനേഷൻ, ഇനി 2 മാസം സമയമുണ്ട്. ഈ 2 മാസം എന്ന് പറയുന്നത് മൈൻഡിനെ സംബന്ധിച്ച് ഇറ്റ്സ് ബ്രോഡർ ആണ്. കാരണം 1 മാസം കഴിയാൻ തന്നെ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നമ്മൾ എന്തിനു കണക്കൂട്ടണം, നമ്മൾ ദിവസങ്ങളായിട്ടും മണിക്കൂറുകളായിട്ടും അതിനെ ചുരുക്കം നമുക്ക് പേടിയാവും. അയ്യോ 24 മണിക്കൂർ പെട്ടെന്ന് കഴിയുമോ, പെട്ടെന്ന് കഴിയും. ഇപ്പം നമ്മളൊരു 500 മണിക്കൂർ എന്ന് പറയുകയാണെങ്കിൽ ഒരു ദിവസം തന്നെ 24 പോയി. പക്ഷെ 1 മാസം എന്ന് പറഞ്ഞാലോ, അതിനകത്ത് ഒരു ദിവസം പോകാൻ 24 മണിക്കൂർ എടുക്കും. പക്ഷെ ഇവിടെ 24, ആ നമ്പർ കുറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ എന്താണ്, നമുക്കൊന്ന് തട്ടണം. അയ്യോ ഇനി ഇത്ര മണിക്കൂറുകളേ ഉള്ളൂ, ഇത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, അപ്പോൾ ഓരോ മണിക്കൂറിന് എത്ര ചാപ്റ്റേഴ്സ് കൊടുക്കണം, റിവിഷന് ഞാൻ എന്താണ് ഓരോ ചാപ്റ്റേഴ്സ് എത്ര മണിക്കൂർ കൊടുക്കണം, റിവിഷന് ഞാൻ എത്ര അവേഴ്സ് കൊടുക്കണം എന്ന് എങ്ങനെ വളരെ പെർട്ടിക്കുലർലി എന്താണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യണം. പിന്നെ ഡേയ്സ് പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ പ്രശ്നങ്ങളും നേരത്തെ ഐഡന്റിഫൈ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രശ്നമൊന്നും പറയുന്നില്ല, ഇപ്പം നമുക്ക് റമദാൻ വരും, നമുക്ക് ഈസ്റ്റർ വരും, വിഷു വരും, 2 ദിവസം നമ്മൾ ഓഫ് ആയിരിക്കും. അത് നമ്മുടെ ആ ഒരു ഡേയ്സിന് എടുത്ത് ചുമ്മാ നമ്മൾ എന്താണ്, ഇല്ല ഞാൻ അന്ന് പഠിക്കും, അവസാനം പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ആ ദിവസം ലീവ് ആക്കി വെക്കുക. പഠിക്കാൻ പറ്റിയ നല്ല കാര്യമല്ലേ. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് പക്ഷേ നെഗറ്റീവ് ആയാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. നിങ്ങൾ പഠിക്കത്തില്ലെന്ന് വെക്കുക, എന്നിട്ട് അന്ന് കുറച്ച് പഠിക്കാൻ പറ്റിയാൽ ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതേപോലെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എത്ര മണിക്കൂർ, 24 മണിക്കൂർ വർക്കൗട്ട് ചെയ്യാൻ, അത്രയും വർക്കൗട്ട് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ഞാൻ അങ്ങനെ പറയുന്നതല്ല, ഏറ്റവും കൂടുതൽ. കാരണം നമ്മളുടെ ഓപ്പോസിറ്റ് ഉള്ളവൻ നമ്മളെക്കാളും കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, കാരണം എത്രയാ നമുക്കറിയില്ല, നമ്മളതുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടേ പോകും. അപ്പൊ എത്ര മണിക്കൂർ സാർ പഠിക്കണം? നിങ്ങളിപ്പോൾ ആർട്ടിക്കൽഷിപ്പ് ചിലരെന്താണ് ഫോർമുല വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കാം, വേറെ ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കും, വേറെ കോഴ്സ് പഠിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ അതനുസരിച്ച് രീതിയിൽ മാനേജ് ചെയ്യുക. എന്നാലും ഒന്നും പഠിക്കാനില്ലെങ്കിൽ ഈ മെയിൽ നിങ്ങൾ ക്ലിയർ ആയിക്കോണം. ഇനി നമ്മളൊരു എക്സാമിനേഷൻ എന്താണ് ഇങ്ങനത്തെ വീഡിയോ ഞാൻ ഒന്നും കൂടെ ചെയ്യുമ്പോൾ ആ വീഡിയോ നിങ്ങൾ അറ്റൻഡ് ചെയ്യരുത്. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ ദിവസം എന്ന് പറയുമ്പോൾ ഈ പ്ലാൻ യുവർ ഡേയ്സ് നല്ലപോലെ നിങ്ങൾ ചെയ്യുക. ഒരു 0 to നോർമലി എഴുതി കഴിഞ്ഞാൽ മാറരുത്, പക്ഷെ ഒരു 10% വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡീവിയേറ്റ് ചെയ്യാം. ഒരു 10% വരെ. അതായത് 100 ദിവസം ഉണ്ടെങ്കിൽ 10 ദിവസം നിങ്ങളുടെ പ്ലാൻ ഇല്ലാത്ത കാരണം സംഭവിക്കുക. അതായത് 10 ദിവസം നിങ്ങൾക്ക് പഠിക്കാതിരിക്കാം, പക്ഷെ 90 ഡേയ്സ് പഠിക്കുമ്പോൾ 90 മാർക്സ് നമ്മൾക്ക് കിട്ടും. അതാണ് നമ്മൾ നോർമലി പറയുന്ന റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം പോയിന്റുകളിലേക്കെല്ലാം തിരിച്ചു പോകുമ്പോൾ റീസൺ, കോർ പേപ്പർ, കൺസെപ്റ്റ്, ഗ്രൂപ്പ് ഫിക്സ് ചെയ്യുക. നിങ്ങളുടെ ദിവസം നിങ്ങൾ എങ്ങനെ നല്ലപോലെ പ്ലാൻ ചെയ്യുക. അത് ഡെയിലി ഞാൻ 5 മണിക്ക് കേൾക്കും, പിന്നെ എന്താണ് ഞാൻ പഠിക്കും, പിന്നെ അത് അങ്ങനെ ചെയ്യണമെന്നില്ല. ഓരോ ദിവസം സബ്ജക്ട് ടാർഗറ്റോ ഇനി വീക്ക്ലി ടാർഗറ്റ് വെച്ചാലും മതി. കാരണം ഡെയിലി ടാർഗറ്റ് വെക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം പഠിക്കാൻ പറ്റില്ല, ഭയങ്കര നെഗറ്റീവ് ആകും. അതുകൊണ്ട് എന്ത് ചെയ്യുക,
വീക്ക്ലി ടാർഗറ്റ് വെക്കുക. അതിനൊരു ലീഷറായിട്ട് മടിയായിട്ടും എടുക്കരുത്. വീക്ക്ലി ടാർഗറ്റ് വെക്കുമ്പോൾ ഒരു ദിവസം പറ്റിയില്ലെങ്കിൽ ചില ഒരു ദിവസം നല്ല മൂഡ് ഉണ്ടായിരിക്കും, അത് കൂടുതൽ പഠിക്കാം. മൂഡ് കുറവുള്ള ദിവസം കുറച്ച് പഠിക്കാം. പിന്നെ മൂഡ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക, നല്ലപോലെ പഠിക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എന്താണ് ഈ ഒരു CA Tet എക്സാമിനേഷൻ എഴുതുന്നുണ്ടെങ്കിൽ അവർക്കും വീഡിയോ ഉപകാരപ്രദമാകും തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർക്കും ഇതെന്താണ് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്താണ്, നമ്മൾ CA Tet മാരത്തോനോ ക്വസ്റ്റൻ ആൻസർ ഡിസ്കഷൻ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ എൻറ്റയർ ICAയുടെ സ്റ്റഡി മെറ്റീരിയൽ മാത്രം ഫുള്ള് ഫോക്കസ് ചെയ്തിട്ട് A to Z നമ്മൾ ലൈൻ ബൈ ലൈൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഫുള്ളായിട്ട് നമ്മളതിനെ അൺലിമിറ്റഡ് ടൈമിനോട് ഈ പറഞ്ഞ May 2025 എക്സാമിനേഷൻസിനും സെപ്റ്റംബറിന് വേണ്ടി നമ്മൾ റെക്കോർഡ് ക്ലാസ്സസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ see you again in the next session.